ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് ലൈൻ ആൻഡ് സർക്കിൾ ആണ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തീരും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു ലൈൻ തന്നിട്ടുണ്ട്. ലൈനിൻ്റെ കോർഡിനേറ്റ്സ് 1, 3, 5, 7 എന്നിങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോഴേക്കും എസ് എന്നിട്ടു എം എന്നാണ്. ഓക്കെ, എം എന്ന് കൊടുക്കാം. സ്ലോപ്പ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ വൈ ബൈ ഡിഫറൻസ് ഇൻ എക്സ്. നമുക്ക് 4/4 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ലോപ്പ് കിട്ടി. ഈ ലൈനിൽ ഏത് വേറൊരു കോർഡിനേറ്റ് എടുത്താലും അതിന് ബാധകമാകുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ 5, 7 അവിടെ നമുക്ക് വിട്ടിട്ട് എക്സ് വൈ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? y - 3 x - 1 ഈക്വൽ ടു 1/1. അത് 1 തന്നെ. 1/1 ഒരു ഫ്രാക്ഷനാക്കി എഴുതിയെന്നുള്ളൂ, കുഴപ്പമില്ല. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ പോലെ ചെയ്യാം. അപ്പോൾ x - 1 ഈക്വൽ ടു y - 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒരൊറ്റ സൈഡിലേക്ക് മാറ്റാം. ഓക്കെ, x - 1 മൈനസ് y പ്ലസ് 3 ഈക്വൽ ടു 0. ദിസ് ഇസ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സ്ലോപ്പ് വാല്യൂ കണ്ടുപിടിക്കുക. ചിലപ്പോൾ പേപ്പറിൽ തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. ഒരു കോർഡിനേറ്റിന് എക്സ് വൈ എന്നിടുക. നേരത്തെ ചെയ്ത പോലെ ഒരു സ്ഥലത്ത് എക്സ് ഇടുക, മറ്റിടത്ത് വൈ ഇടുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് ഇക്വേഷൻ പോലെ അപ്പുറം ഇപ്പുറമാക്കി എടുക്കുക. എല്ലാം കൂടി ഒറ്റ സൈഡിലേക്ക് കൊണ്ടുവന്ന് ഒരു സൈഡിൽ 0 ആകുന്ന രീതിക്ക് ഇക്വേഷൻ മാറ്റി എഴുതുക. അങ്ങനെയാണ് നമ്മൾ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതുന്നത്. ഇനി സർക്കിളിൻ്റെ ഇക്വേഷനിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാം. സർക്കിളിൻ്റെ സെൻറ്റർ 1, 3 സർക്കിളിലെ പോയിന്റ് 4, 7 ആണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് x1 - x2 the whole square plus y1 - y2 the whole square the whole root വരും. അപ്പോൾ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 5 സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് 5 സ്ക്വയർ 5 ആണ് ഇതിൻ്റെ റേഡിയസ്. അപ്പോൾ ഈ സർക്കിളിൽ ഏതൊരു പോയിന്റിൻ്റെയും കോർഡിനേറ്റിനെ ബാധിക്കുന്ന ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സർക്കിളിൽ ഏതൊരു പോയിന്റിനും നമുക്ക് എക്സ് വൈ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എക്സ് വൈക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് വൈ കൊടുക്കാം. അപ്പോൾ എക്സ് മൈനസ് 1 the whole square പ്ലസ് y - 3 whole square ഈക്വൽ ടു റേഡിയസ് സ്ക്വയർ എക്സ് മൈനസ് എ the whole square പ്ലസ് ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് സർക്കിളിൻ്റെ ഒരു ഇക്വേഷൻ ഫോം എന്ന് പറയുന്നത്. ഈ രീതിയിലേക്ക് ഇക്വേഷനെ നമ്മൾ മാറ്റി എഴുതണം. ഓക്കെ, സർക്കിളിലെ സെൻറ്ററിലെ കോർഡിനേറ്റ് എ ബിയും, ഓക്കെ അതിവിടെ കാണിക്കാം, സെൻറ്ററിലെ കോർഡിനേറ്റ് എ ബിയും സർക്കിളിലെ കോർഡിനേറ്റ് എക്സ് വൈയും ആകുന്ന സർക്കിളിൻ്റെ ഇക്വേഷനാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, x - 1 ഹോൾ സ്ക്വയർ പ്ലസ് y - 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ. ഇത്രയാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 പ്ലസ് y സ്ക്വയർ മൈനസ് 6y പ്ലസ് 9 ഇവിടെ ഈക്വൽ ടു 25 ആണ്. ഇതിന് ഇങ്ങോട്ട് കൊണ്ടുമ്പോൾ -25 ഈക്വൽ ടു 0. ഇനി ഇതിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരാനുണ്ട്. എക്സ് സ്ക്വയറും വൈ സ്ക്വയറും അടുത്ത് എഴുതുക. പിന്നെ ഈ നമ്പേഴ്സ് എല്ലാം കൂടി കൂട്ടിയും കുറച്ചൊക്കെ വരുമ്പോൾ ചെറിയ ചേഞ്ചസും കൂടി വന്ന് ഇക്വേഷൻ ഒന്നുകൂടി ചെറുതാകും. അത്രയും ആവശ്യമില്ല. ഇവിടെ വെച്ച് തന്നെ ഇക്വേഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഇത് വളരെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം എഴുതിയാൽ മതി. എക്സാംസിന് മാത്രം മതിയാവും. നോർമലി ഇത്രയും മതി സർക്കിളിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.